എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വലിയ മൂക്കുള്ള പുരുഷന്മാർക്ക് വലിയ ലിംഗമുണ്ടാകുമെന്ന് പുതിയ പഠനങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. മൂക്കും ലിംഗവലിപ്പവും തമ്മിൽ കാര്യമായ ബന്ധമുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ. വലിയ മൂക്കുള്ള പുരുഷന്മാർക്ക് വലിയ ലിംഗമുണ്ടാകുമെന്ന് പഠനം കണ്ടെത്തി. ബേസിക് ആൻഡ് ക്ലിനിക് ആൻഡ്രോളജിയിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് മെഡിസിനിലെ ഗവേഷകർ 30നും 50നും ഇടയിൽ പ്രായമുള്ള 126 പുരുഷ മൃതദേഹങ്ങളുടെ പുരുഷത്വം പരിശോധിച്ചു. ഇവർ മരിച്ച് 3 ദിവസത്തിനകം അഴുകുന്നത് തടയാനാണ് ഗവേഷണം നടത്തിയത്. ലിംഗത്തിന്റെ ഉയരം, ഭാരം, തീർച്ചയായും അളവുകൾ എന്നിങ്ങനെയുള്ള വിവിധ ഘടകങ്ങൾ അവർ പരിശോധിച്ചു. ഒരാളുടെ ലിംഗത്തിന്റെ വലുപ്പം അളക്കുക അസാധ്യമാണ്. പകരം ഗവേഷകൻ സ്ട്രെച്ച് പെനൈൽ ലെങ്ത് അഥവാ SPL രീതി ഉപയോഗിച്ചു. വലിയ മൂക്കുകളുള്ള പുരുഷന്മാർക്ക് ഏകദേശം 5.3 ഇഞ്ച് പെനൈൽ നീളമുണ്ടെന്ന് അഥവാ നീളമുള്ള ലിംഗമുണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തി. അതേസമയം ചെറിയ മൂക്കുകളുള്ള പുരുഷന്മാരുടെ ലിംഗത്തിന്റെ നീളം 4.1 ഇഞ്ചായിരുന്നു. മൂക്കിന്റെ വലിപ്പം SPLുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുത ഇതിനെ സൂചിപ്പിക്കുന്നു. ലിംഗത്തിന്റെ നീളം, പ്രായം, ഉയരം അല്ലെങ്കിൽ ശരീരഭാരം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതല്ല, ജനനത്താൽ നിർണയിക്കപ്പെട്ടിരിക്കുന്നതായാണ് ഇവ ഉണ്ടാകുന്നതെന്ന് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു. അവരുടെ ഫലങ്ങൾ ഫോറൻസിക് ആവശ്യങ്ങൾക്ക് ഉപയോഗശൂന്യമാണെങ്കിലും ലിംഗത്തിന്റെയോ മുഖത്തിന്റെ സവിശേഷതകളോ വളരുന്ന പ്രക്രിയ മനസ്സിലാക്കുന്നത് ഗർഭപിണ്ഡത്തിന്റെ ആൻഡ്രോജന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും പുരുഷ ജനനേന്ദ്രിയ പ്രവർത്തനങ്ങൾ പിന്തുടരുന്നതിനും വളരെ പ്രധാനമാണെന്നാണ് ഗവേഷകർ പറയുന്നത്. SPLും മൂക്കിന്റെ വലിപ്പവും തമ്മിലുള്ള ബന്ധം ആദ്യമായി തെളിയിക്കുന്ന ഈ പഠനമാണ്. എന്നാൽ ജാപ്പനീസ് പുരുഷ ശവശരീരങ്ങളിൽ ഇത് പരിമിതമാണ്. SPLും മൂക്കിന്റെ വലിപ്പവും ബന്ധപ്പെട്ടിരിക്കുന്നതിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്നുമാണ് ഗവേഷകർ ഇതിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.